Watch full episodes on Jio Hotstar. ഇപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്റെ ശക്തി എന്താണെന്നുള്ളത്. എല്ലാ സ്റ്റുഡൻസ് എഴുതി നിൽക്ക്. ടൈഗർ ജാങ്, നീ ഇനിയും കുറെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സുഹൃത്തെ, ഹിംനരേഷിന്റെ വീട് ഇവിടെ എവിടെയാ? അവിടെയാണ്. പറഞ്ഞ പണിയൊന്നും നീ ഒന്നും ശരിക്ക് ചെയ്തിട്ടില്ല. നോക്ക്, എല്ലായിടവും ചെളിയും പിടിച്ച് കിടക്കും. എന്താ പോയി ചെയ്തു വെച്ചേക്കുന്നത്? ചെയ്യുവാണെ മര്യാദക്ക്, അല്ലേ ചെയ്യാതിരിക്കും. അതിനിപ്പോ എന്തോ ഇംഗ്ലീഷ് പറയുന്നേ? ഡോണ്ട് ചെയ്യൽ, ഡോണ്ട് ചെയ്യൽ. പെട്ടെന്ന് പോയി മര്യാദക്ക് ജോലിയിലേ ചെയ്യടാ. ഓടിക്കോ ഇവിടുന്ന്. എക്സ്ക്യൂസ് മീ. ഒന്ന് നിൽക്കും. ആരാണ്, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആർക്ക് വേണ്ടി വന്നു? അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയുന്നേ? വായിക്കാം, വായിക്കാം. ഞങ്ങൾ മാസ്റ്റർ ഹിം നരേഷിനെ കാണാൻ വേണ്ടി വന്നതാ. ഇതാണ് മോട്ടു. ഇവന് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് മാർഷൽ ആർട്സ് പഠിക്കാനാ. എന്തിനു പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ആര് പഠിപ്പിക്കണം? മാസ്റ്റർ ഹിം നരേഷ് ഇപ്പൊ ആരെയും കാണാറില്ല. ഇപ്പൊ മാർഷൽ ആർട്സ് പഠിപ്പിക്കാറുമില്ല. പുറത്തു പോ, ഇപ്പം ഈ സമയം പുറത്തു പോ. പോവാൻ, എടാ പോവാൻ. ഇവിടെ താൻ ആരോടോ ഞങ്ങളോടൊക്കെ തിരിച്ചു പോവാൻ പറയാൻ? ഞങ്ങൾക്ക് മാസ്റ്റർ ഹിംനരേഷുമായിട്ട് സംസാരിച്ചേ പറ്റും. ഞാൻ ആരാണെന്നോ? എന്റെ പേരാണ് മിക്രി, അതായത് ഞാനാണ് ഹിമാലയത്തിന്റെ രാജാവ്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങാൻ പോകുന്നില്ല. ഓ, അതിനിപ്പോ എന്താ ഇംഗ്ലീഷ് പറയുന്നേ? ഇലകൾ ഡോണ്ട് മൂവ്, ഇലകൾ ഡോണ്ട് മൂവ്. യോ, ഇനി എന്ത് ചെയ്യും? ശരി, വല്ലതും കഴിക്കാനുള്ള വഴി നോക്കാം. വിശപ്പ്. നിനക്ക് തീറ്റയുടെ കാര്യം മാത്രമല്ലോ. ആദ്യം വന്ന കാര്യം എങ്ങനെയെങ്കിലും ശരിയാക്കാൻ നോക്കാം. ഓഹോ, നല്ല മണം. ഭയങ്കര വിശപ്പ്. പൊളിച്ചെടുത്തല്ലോ. ഇവൻ പോയി ബാക്കിയുള്ള ആൾക്കാരെയും മാസ്റ്ററിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. നമുക്ക് അപ്പോഴേക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഓടിക്കാം. നമ്മൾ ഓടാൻ വന്നതല്ല. ഇവിടെ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മാസ്റ്റർ ഹിംനരേഷിനെ കണ്ടിട്ട് എനിക്ക് മാർഷൽ ആർട്സ് പഠിക്കാനുള്ള അനുവാദം വാങ്ങിക്കണം. ഐഡിയ. നമുക്ക് ഭൂതങ്ങളായി വേഷം കെട്ടി ഇവിടുത്തെ വേലക്കാരെ പേടിപ്പിച്ച് ഓടിച്ചാലോ? പിന്നെ അവർക്ക് പകരമായി നമുക്കിവിടെ ജോലിയും ചെയ്യാം. അങ്ങനെ നമുക്കിവിടെ കൂടി മാസ്റ്റർ ഹിംനരേഷിനെ കണ്ട് അദ്ദേഹത്തിനോട് സമ്മതിപ്പിക്കാനുള്ള സമയവും കിട്ടും.
പക്ഷെ നമ്മൾ എങ്ങനെ ബോധമാകും? ഒരുത്തൻ നമ്മളെ കണ്ട് പേടിച്ചു എന്ന് വെച്ച് ഇവിടെ ഉള്ളവർ എല്ലാവരും നമ്മളെ കണ്ട് പേടിച്ച് ഓടണമെന്ന് ഇല്ല. അതുകൊണ്ട് ബോധമാവണമെങ്കിൽ നമ്മൾ ശരിക്കും ബോധമായി മാറണം. നമ്മളെല്ലാവരും ഭൂതം പോലെ പറക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ ഉള്ളവർ നമ്മളെ കണ്ട് പേടിച്ച് പോകൂ. പക്ഷേ നമ്മൾ എങ്ങനെയാ പറക്കുക? അതൊക്കെ വളരെ എളുപ്പമല്ലേ എന്റെ ചങ്കേ. എന്റെ കയ്യിലുള്ള ഫ്ലൈയിങ് ഹെൽമെറ്റും ഷൂസും കൊണ്ട് ഈസി ആയിട്ട് പറക്കാൻ പറ്റൂതേ. ഫ്ലൈയിങ് ഹെൽമെറ്റ് കയ്യിൽ വെച്ചിട്ടാണോ ഞങ്ങളെ ഈ മല മുഴുവൻ നടത്തിച്ചത്? ഈ 10,000 കിലോമീറ്റർ മുഴുവൻ ഞങ്ങളെ എന്തിനാണോ ഇങ്ങനെ നടത്തിച്ചത്? സോറി, ഞാൻ മറന്നുപോയിട്ടല്ലേ. ഞാൻ പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരെയും ഭൂതങ്ങളാക്കി മാറ്റാം. ഏയ് ഈ കറുത്ത നിറത്തിലുള്ള ഫ്ലൈയിങ് ഹെൽമെറ്റ് രാത്രിയുടെ ഇരുട്ടിൽ അവർക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അവര് വിചാരിക്കും നിങ്ങൾ ശരിക്കും പറക്കുവാണെന്ന്. എന്റെ പൊന്നു മോനെ, ഈ ഭൂതമോ പ്രേതമോ ഒന്നും ഇല്ല. നീ എന്ത് പേടിത്തോണ്ടനാ? ഇത്രയും വലുതായിട്ട് പേടിയോ? നോക്ക്, 4 പേര് നിൽപ്പുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന ആ 2 പേരില്ലേ, അവര് ഞാൻ കഴിച്ചോളാം. എന്നാ മറ്റു 2 പേരെ ഞാൻ നോക്കിക്കോളാം. ഹേയ്, വേഗം പോയി കുളിച്ചിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നേക്ക്. പോവരുത്, ഭൂതങ്ങളുടെ അതിര് കടന്ന് നിങ്ങൾ പോവരുത്. അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദക്ക് തിരിച്ചു വരൂ. ഞങ്ങളുടെ ഡിന്നർ ടൈമാണിത്. ഇല്ല, ഞങ്ങളാരും തിരിച്ചു വരില്ല. എന്നാ ശരി, അഥവാ നീ എങ്ങാനും രാവിലെ ഈ വഴിക്ക് വന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചോളാം. നമ്മളിനി ഒരിക്കലും ഇങ്ങോട്ട് വരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നില്ല, ലഞ്ചിന് വരുന്നില്ല. വരൂ, ഇനി നമുക്ക് കിച്ചണിലേക്ക് പോയി ഭക്ഷണം കഴിക്കാം. എന്നിട്ട് നാളെ രാവിലെ മുക്രയുടെ അടുത്ത് ചോദിച്ച് നമ്മൾ ഇവിടെ ജോലിക്ക് ചേരുന്നു. ഈ ജോലി ചെയ്യാൻ വന്നവന്മാരൊക്കെ എവിടെ പോയി കിടക്കുക? എല്ലാ പണി ഇപ്പൊ ഞാൻ തന്നെ ചെയ്യണമല്ലോ. നിങ്ങൾ കാരണം ഇവിടെ ആരും ജോലിക്ക് നിൽക്കാത്തത്. നിങ്ങൾ എല്ലാവരോടും വഴക്കുണ്ടാക്കി എല്ലാവരെയും പറഞ്ഞു വിടല്ലേ? നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ നിന്നെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിട്ടല്ലേ, പിന്നെ വന്നോ? ഓടിക്കാം അവിടുന്ന്. 1 മിനിറ്റ് കൊണ്ട് എല്ലാരും ഇവിടുന്ന് പോയില്ലെങ്കിൽ അടിച്ചടിച്ച് ഓടിക്കും ഞാൻ. അതിനിപ്പോ എന്താ ഇംഗ്ലീഷിൽ പറയണേ? വിറ്റായിട്ട് ഓടിക്കും ഞാൻ. ഞങ്ങളെ ഹിംനരേഷനെ കാണാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. മാസ്റ്റർ ഹിം നരേഷ്, മാസ്റ്റർ ഹിംനരേഷ്.
താഴെ ഇപ്പൊ ആരാ? മുത്തച്ഛ അത് കണ്ടോ? ഇൻസ്പെക്ടർ ചിങ്കം. ആരും ഞങ്ങളെ കളിയാക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്റെ ചിരി നിർത്തിക്കോ. മോട്ടു മതിയാക്ക. എന്റെ മോട്ടോ ഒന്ന് മതിയാക്ക്. ഇപ്പൊ തന്നെ കൊറേ വാങ്ങിക്കൂട്ടി, ഇനിയും വാങ്ങിക്കാൻ പോവാ. ഇല്ല, ഞാൻ തോൽക്കില്ല. ഫുർഫുറി നഗരത്തിന്റെ അഭിമാനത്തിന് വേണ്ടി ഞാൻ എന്റെ അവസാന ശ്വാസം വരെ പോരാടും. ഫുർഫുറി നഗർവാസികളെ, ഓർമ്മയിരിക്കട്ടെ, ഞാനല്ല പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ടൈഗറുമായി യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. ടൈഗർ ചാൻ, ടൈഗർ ചാൻ, ഞാനിപ്പോ ഈ ഫൈറ്റ് നിർത്തിയത് നിന്നെ പേടിച്ചിട്ടോ അല്ല നിന്നെ തോൽപ്പിക്കാൻ പറ്റാഞ്ഞിട്ടോ അല്ല. ഞാൻ നിർത്തിയതിന്റെ കാരണം എനിക്ക് മാർഷൽ ആർട്സ് അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് ഇവരുടെ എല്ലാം മുൻപിൽ വെച്ച് ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യുന്നു. ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ട് ഒരു ദിവസം നിന്നെ നിന്റെ ഗ്രാമത്തിൽ വന്ന് ഞാൻ തോൽപ്പിക്കും. ഓക്കേ? ഞാൻ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. ടൈഗർ ചാൻ, ടൈഗർ ചാൻ, നീ എന്നെ ഒരുപാട് ഇടിച്ചു. ഞാനോ നിന്നെ 1-2 ഇടിയേ ഇടിച്ചുള്ളൂ. പക്ഷേ അത് 1-1.5 ഇടിയായിരുന്നില്ലേ? നിന്റെ കണ്ണ് നോക്ക്, നോക്ക് എത്ര സുന്ദരമായിട്ടുണ്ടെന്ന്. എന്റെ മോട്ടു, നീ എന്തിനാ അവനോട് ചാലഞ്ച് ചെയ്യാൻ പോയേ? നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അവനെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. മോട്ടു, നിനക്ക് ആരെയും തോൽപ്പിക്കാൻ സാധിക്കും. അഭിനന്ദനങ്ങൾ മോട്ടു. നീ ഫൈറ്റിൽ ഒരുപക്ഷെ തോറ്റിരിക്കാം, പക്ഷെ ജനങ്ങളുടെ മനസ്സ് നീ കീഴടക്കി. എല്ലാവരും നിന്നെ അഭിനന്ദിക്കുകയാണ്. നീ ശരിക്കും ഒരു ധൈര്യശാലി തന്നെ. മോട്ടു, ഞാൻ നിന്നിൽ കാണുന്ന ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ,
അത് നിന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കും. നീ നല്ല ഫൈറ്ററായി തീരും. നിനക്ക് ടൈഗർ ചാനിനെയും കീഴ്പ്പെടുത്താനാകും, ഉറപ്പായും. സർ, നിങ്ങൾ എനിക്ക് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു തരുമോ? ടൈഗർ ചാനിനെ നീ നേരിട്ട് തോൽപ്പിക്കണമെങ്കിൽ നിനക്കും അതുപോലത്തെ മാർഷൽ ആർട്സ് പഠിക്കേണ്ടിയിരിക്കുന്നു. ടൈഗർ ചാനിനെ പഠിപ്പിച്ച ഗുരുവിന്റെ കീഴിൽ. ആ ഗുരുവിന്റെ പേരാണ് മാസ്റ്റർ ഹിം നരേഷ്. ഈയിടെയായിട്ട് അദ്ദേഹം ആരെയും പഠിപ്പിക്കുന്നില്ല. പക്ഷേ നിനക്കയാളെ സമ്മതിക്കാൻ പറ്റുന്ന പക്ഷം നിനക്ക് ടൈഗർ ചാനിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ സാധിക്കും. അദ്ദേഹം എവിടെ താമസിക്കുന്നേ? വേഗം അദ്ദേഹത്തെ കണ്ടെത്തി മോട്ടുവിനെ മാർഷൽ ആർട്സ് പഠിപ്പിക്കാനുള്ള അനുവാദം വാങ്ങണം. യെസ്, വേഗം പറയൂ. ആ മാസ്റ്റർ ഹിംനരേഷ് എവിടെയാണ്? ഞങ്ങൾക്കും മോട്ടിനോടൊപ്പം അദ്ദേഹത്തിനെ കാണാൻ പോണം. മാസ്റ്റർ ഹിം നരേഷിന്റെ സ്കൂൾ ഹിമാലയ പർവ്വതത്തിന് മുകളിൽ ഹിമഗ്രാമത്തിലാണ്. മാർഷൽ ആർട്സ് പഠിച്ചതിനു ശേഷം ടൈഗർ ചാനുമായി ഏറ്റുമുട്ടാൻ ഒരുപാടൊന്നും ദൂരം പോകേണ്ടി വരില്ല. അവന്റെ ഗ്രാമമായ കാലഗ്രാമവും ഹിമഗ്രാമത്തിന് അധികം ദൂരെയൊന്നുമല്ല. എന്നാ പിന്നെ പത്തലു, ഹിമഗ്രാമത്തിലേക്ക് പോവാൻ തയ്യാറായിക്കൊള്ളൂ. നോക്ക്, അവിടെയാണ് ഹിമഗ്രാമം. അവിടെ കാറും ബസ്സൊന്നും പോവില്ല, നടന്നു വേണം പോവാൻ. ചൂടുള്ള കപ്പലുണ്ട് സാറേ, വാങ്ങി സാറേ. ചൂടുള്ള കപ്പലുണ്ട് സാറേ, സാറേ വാങ്ങി സാറേ. സാറേ വാങ്ങി സാറേ. ചൂടുള്ള കപ്പലുണ്ട്. സ്വാദുണ്ടായിരിക്കും. കിലോ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ദയവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇത്ര മാത്രം പറഞ്ഞാൽ മതി. മാസ്റ്റർ ഹിം നരേഷിന്റെ സ്കൂൾ മുകളിലല്ലേ? അതെ, അത് ആ മുകളിൽ തന്നെയാണ്. കോച്ച് സിംബ പറഞ്ഞത് മാസ്റ്റർ ഹിം നരേഷിന്റെ ഗ്രാമത്തിനടുത്തുള്ള രണ്ടാമത്തെ മലമുകളിലാണ് ടൈഗർ ചാങ്ങിന്റെ ഗ്രാമം എന്നല്ലേ? അപ്പൊ അതായിരിക്കും ടൈഗർ ചാങ്ങിന്റെ ഗ്രാമം അല്ലേ? അത് ഡിങ് ബാങ്ങിന്റെ കാലഗ്രാമമാണ്. ടൈഗർ ചാങ് അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ്. ഈ ടിങ് ബാങ് ആരാ? ശാന്തരാവൂ, മാസ്റ്റർ ഡിങ് ബാങ് വന്നോണ്ടിരിക്കുവാണ്. സുഖമാണോ ടൈഗർ ചാൻ?
പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ലോകം മുഴുവൻ കീഴടക്കാനുള്ള യാത്ര? മാസ്റ്റർ ഡിങ് ബാങ്, എന്റെ യാത്ര വളരെ നല്ലതായിരുന്നു. ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതുവരെ. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ശരിയാണെന്ന് ഞാൻ തെളിയിച്ചു. എന്താന്ന് വെച്ചാൽ ടൈഗറിനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റിയേക്കാം, പക്ഷേ ടൈഗർ ചാനിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അസംഭവ്യമാണ്. നല്ല കാര്യം, വളരെ നല്ല കാര്യം. നീ ലോകം മുഴുവനും ഈ സ്കൂളിന്റെ പേര് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. ഇനി എത്ര ദൂരത്തുള്ളവരാണെങ്കിലും മാർഷൽ ആർട്സ് പഠിക്കാൻ ഇവിടെ വരും. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോഴും നിന്നിൽ അതേ ശക്തിയും ധൈര്യവും ബാക്കിയുണ്ടോന്ന് നമുക്ക് നോക്കാം. നിനക്കിപ്പൊ എത്ര മിടുക്കുണ്ടെന്ന് നീ ഇപ്പൊ തെളിയിച്ച് കാണിക്ക്. തുടങ്ങിക്കോ. പേടിക്കണ്ട, ഇത് പിടിക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.